ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനൊരു ടിപ്പ് പറയാനായിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. ഈ സാധനം കണ്ടോ, ഇതാണ്. ഇത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ആർക്കും ഞാനിട്ട വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടായില്ല, ആരും കണ്ടിട്ടുമില്ല. അപ്പം ഇത് മക്കോട്ടദേവ എന്ന് പറയും ഈ സാധനം. ഷുഗറിന് ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം എൻ്റെ അനിയന് ഷുഗറുണ്ട്. അപ്പം അനിയന് 250 ഉണ്ടായിരുന്നു ഷുഗർ 250 ഉണ്ടായപ്പോൾ ഇത് ഉണങ്ങിയത് 2 കഷ്ണമായിട്ട് വെള്ളം തിളപ്പിച്ച് 2-3 നേരം കഴിച്ചപ്പോഴേക്കും വെറുതെ വേഗം കുറഞ്ഞു പോയി. ഈ ഷുഗർ 90-ലായിപ്പോയി. അത്രയും നല്ല സാധനമാണ് ഇത് മക്കോട്ട. ഇത് ചേച്ചിയുടെ വീട്ടിലുണ്ടായപ്പോൾ ഞാൻ പറിച്ചുകൊണ്ട് വന്നാണ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല സാധനമാണ് ഷുഗറിന്. എല്ലാവരും ഇത് അരിഞ്ഞ് ഉണക്കി എടുക്കണേ. ഉള്ളവർ ഇത് അരിഞ്ഞ് ഉണക്കി സൂക്ഷിച്ച് വെക്കുക. ഇതിൻ്റെ വിലയും വളരെ കൂടുതലാണ്. 1 കിലോത്തിന് 4000-5000 രൂപയുണ്ടെന്നാണ് പറയാറ്. എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാവരും കിട്ടുവാണെങ്കിൽ ഉണക്കി ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉണങ്ങിയത് വേണം കേട്ടോ, പച്ചയല്ല, ഉണങ്ങിയത് എടുത്തിട്ട് ഒരു കഷ്ണം ഇട്ടാൽ മതി. ഒരു കഷ്ണം ഇട്ട് 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് ആക്കണം വെള്ളം. എന്നിട്ട് കുടിച്ചാൽ വളരെ ഷുഗർ കുറയുന്നതാണ്. ഇത് ഡെഫിനറ്റായിട്ടും എൻ്റെ അനിയൻ ചെയ്തിട്ട് അവർക്ക് നല്ല ഉപകാരം ഉണ്ടായി. ഈ മരുന്ന് കഴിച്ചിട്ട്. ഇത് നല്ലൊരു മരുന്ന് തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ വീഡിയോ പലരും ഇട്ട് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ശരിക്കും മനസ്സിലായതുകൊണ്ട് ഇപ്പം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. ഇതിൻ്റെ വീഡിയോ ഒരു ചേട്ടനൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരെണ്ണം ഞാൻ അരിഞ്ഞ് ഉണക്കി, വെയിലില്ലാത്തതുകൊണ്ട് ഉണങ്ങണില്ല വേഗം. ഇതുണ്ട്, ഒരെണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞുണങ്ങി വെച്ചതാണ്. ഇതിൻ്റെ ഒരു കഷ്ണം മതി ഇട്ട് തിളപ്പിക്കാനായിട്ട്. ഇത് മാത്രം മതി. 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 1 ഗ്ലാസ് ആക്കി ആ 1 ഗ്ലാസ് വെള്ളം 2 നേരം കുടിച്ചാൽ മതി. അപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് വിശ്വാസം ഇല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് കഴിച്ച് നോക്ക്. കുറഞ്ഞ ഷുഗറാണെങ്കിൽ ഒന്നും കഴിക്കണ്ട കേട്ടോ. ഓവർ ഷുഗറാണെങ്കിൽ ഇത് കഴിക്കാം. ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഷുഗർ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നും സംഭവിക്കാമുള്ള ഷുഗർ കുറയും, തീർച്ചയായിട്ടും കുറയും. ഇത് ശരിക്കും അരിഞ്ഞുണങ്ങണം. അരിഞ്ഞുണങ്ങി സൂക്ഷിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. അപ്പം ഇത് പിന്നെ ചെറുതായിട്ട് ഒരു പുളി ഇങ്ങനെ അരിഞ്ഞ് ഉണക്കുന്നത് പോലെ ഉണക്കിയാൽ വെയിൽ വേണം, നല്ല വെയിൽ വേണം ഇത് ഉണങ്ങണമെങ്കിൽ. ഇതുണ്ട്, ഇതിപ്പോൾ നല്ല പഴുത്ത സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ അരിഞ്ഞെടുക്കണം. ഉണ്ടോ, ഇതിപ്പോൾ അരിഞ്ഞ് ഇത്രയും കഷ്ണം ഇതില്ലേ, അപ്പോൾ ഇതിൻ്റെ പകുതി ആവും ഉണങ്ങിക്കഴിയുമ്പോഴേക്കും. അങ്ങനെ ഇത് ഉള്ളവരിത് കളയാണ്ട് സൂക്ഷിച്ച് അരിഞ്ഞ് ഉണക്കിയെടുക്കുക വെയിലുള്ള സമയത്ത്. നല്ലൊരു സാധനമാണ്. ഇതാണെങ്കിൽ 150 രൂപയാണ് ഇതിൻ്റെ തൈക്ക്. അവർ മേടിച്ച് വെച്ചിട്ട് 150 രൂപ കൊടുത്താണ് ഈ തൈ വാങ്ങിച്ചത്. 6 മാസം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 6 മാസം കൊണ്ട് അത് കായ്ക്കുകയും ചെയ്ത് കേട്ടോ. ഇഷ്ടം പോലെ കായുണ്ട്. ഇത് ഉണ്ടായി കിടക്കണ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാവോ. നല്ല രസമുണ്ട് ഇത് ഉണ്ടായി കിടക്കണ കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി വെക്കണം. എന്താ, ഇത്രയും കഷ്ണമാക്കിയാൽ മതി. അപ്പം ഇത് നല്ല ഉണങ്ങുമ്പോഴേക്കും ഒരു കഷ്ണം ഇടുമ്പോൾ പാകത്തിന് നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. ഒറ്റൊരു കഷ്ണം മതി ഇതിൻ്റെ. അപ്പം ഇതുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ലൊരു സാധനമാണിത് ഷുഗറിന്. എനിക്ക് എൻ്റെ അനിയൻ ചെയ്ത് വിശ്വാസം ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതെല്ലാവരിലേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. മക്കോട്ടദേവ എന്ന് പറഞ്ഞ സാധനം ഇത് വേഗം കായ്ക്കുന്ന സാധനവുമാണ്. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വേഗം കായ്ക്കും. 6 മാസം എന്ന് പറഞ്ഞാൽ ആ 6 മാസത്തിൽ തന്നെ കായ്ക്കും. ചെറിയൊരു മരവുമാണ്, അധികം വലുതാവില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് കാണിക്കാനായിട്ട് വേണ്ടി ഇത് പറിച്ചുകൊണ്ട് വന്നതാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരേക്കും ബൈ.